ചേലച്ചൂടിൽ നിന്നും മുരിക്കാശ്ശേരി, ഉപ്പുതോട്, തോപ്രാംകുടി അങ്ങനെ വിവിധ മേഖലകളിലേക്ക് കടന്നു പോകുന്ന ഒരു വഴിയാണ്. ചേലച്ചൂട് പാലം തൊട്ട് താഴെയുണ്ട്. അവിടെ നിന്ന് ഇവിടെ ഈ വാഹനങ്ങൾ താഴത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഒരു വേലിക്കെട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ആ വേലിക്കെട്ട് നമ്മൾ കണ്ടാൽ മനസ്സിലാവും ഇവിടം വരെയുള്ളൂ. ഏറ്റവും ഭീകരമായ അപകടാവസ്ഥയിലുള്ള ഒരു പ്രദേശമാണ് ഇവിടം. ഈ കാണുന്ന ഇപ്പം തന്നെ ഈ മഴ തുടങ്ങിയപ്പോൾ തന്നെ നല്ല വെള്ളച്ചാട്ടമാണ്, നല്ല രീതിയിലുള്ള വെള്ളം വരുന്നുണ്ട്. ഇത് അഗാധമായ ഗർത്തം ഇല്ല, കൊക്ക എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഇവിടെ കണ്ടില്ല, ഇവിടെ ഈ വേലി ഇവിടെ കൊണ്ട് തീർന്നു. ഇരുമ്പ് ഗേഡർ വെച്ചിരിക്കുന്നത് ഇവിടെ കൊണ്ട് തീർന്നു. ഇനി കുറച്ച് കാട്ടുകല്ലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടാൽ മനസ്സിലാവും. ഇവിടെയൊക്കെ ഒരാൾ താഴെ പോയി കഴിഞ്ഞാൽ തന്നെ അതീവ ദുഷ്കരമായിരിക്കും. ചെറുവണ്ടികൾ, വാഹനങ്ങൾ, ഇവിടെയൊക്കെ നല്ല മഞ്ഞുള്ള സമയമാണ്, ഈ സ്ഥലമാണ്. രാത്രിയിലൊക്കെ സന്ധ്യയായി കഴിഞ്ഞ് മഞ്ഞിറക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കാഴ്ചകൾ ദുഷ്കരമായിരിക്കും. ഇതുണ്ട്, ഇവിടെ ഇത്രയും താഴ്ചകളാണ് കിടക്കുന്നത്. ഈ കലിങ്കിൻ്റെ ഒരു അവസ്ഥ ഉണ്ട്, ഇത്രയും ശക്തമായ വെള്ളം ഒഴുകുന്നുണ്ട്. ഇവിടെ ഇത്രയും ഭാഗം ലാഭിക്കാൻ വേണ്ടി, ഈ വേലിയുടെ പൈസ ലാഭിക്കാൻ വേണ്ടി ആയിരിക്കണം ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഈ വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ ഇവിടെ വേലിയെങ്കിലും കെട്ടി ഇതുണ്ട്, കലിങ്കിൻ്റെ ശോചനീയാവസ്ഥ. ഇവിടെ നിന്നൊക്കെ ഒരാൾ താഴെ പോയി കഴിഞ്ഞാൽ വെറുതെ താഴെ പോയാൽ മരിച്ചു. അത്രയും താഴ്ചയാണ് ഇവിടേക്ക് ഒരു വേലി പോലും കെട്ടാതെ വെച്ചിരിക്കുന്നത് അതീവ കഷ്ടം എന്നേ പറയാനുള്ളൂ. ബോർഡ് വെച്ചിട്ടുണ്ട്, വളരെ നല്ല കാര്യം, പരാതികളുണ്ടെങ്കിൽ വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ബോർഡ് വെച്ചതിൻ്റെ നേരെ താഴെ ഭാഗത്താണ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വേലിക്കെട്ട് അവിടെ കൊണ്ട് തീർന്നിരിക്കുക. അവിടെ മുതലാണ് ഈ ഇത്രയും അതീവ അപകടം പിടിച്ച ഈ മേഖല. ഇതൊരു വളവും കൂടെ കൂടിയാണ്. ഇവിടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടത്തണം, വേലിയെങ്കിലും കെട്ടണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.